ഞങ്ങൾ ആപലാതി പറയുന്ന ആളുകൾ, വേവലാതി പറയുന്ന ആളുകൾ ഞങ്ങളുടെ മനസ്സ് വായിക്കാൻ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയാൻ അവർക്ക് കഴിയും. ഞങ്ങളുടെ ഭാവി അറിയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ വന്നു പോകാനുള്ള അപകടങ്ങളെ മാറ്റാൻ അവർക്ക് കഴിവുണ്ട്. അഥവാ റബ്ബിന് മാത്രമുള്ള അദൃശ്യജ്ഞാനം, ഭാവി എന്താണെന്നറിയാൻ പടച്ച റബ്ബിനല്ലാതെ കഴിയില്ലെന്ന ഖുർആന്റെ അടിസ്ഥാനപരമായ സന്ദേശത്തെ വേണ്ട രൂപത്തിൽ അവർ പഠിച്ചില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ ഒരു കുപ്പിയുടെ ഉള്ളിൽ ഒരു വസ്തു വിട്ടുവെച്ചാൽ അതിന് എങ്ങനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ? ആ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ശൈഖ് മുഹിയുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അറിയാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ആ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുള്ളക്ക് കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇത്തരം ഗദ്യങ്ങൾ, പദ്യങ്ങൾ തന്റെ അർത്ഥനകളിൽ ഇടയാളന്മാരായി ഇത്തരം ആളുകൾ കടന്നു വരാനുള്ള കാരണം അതാണ്. എന്നാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചല്ലോ, ആലമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. ഭാവി എന്താണ്, ആലമുൽ ഗൈബ് എന്താണ്, അദൃശ്യം എന്താണ് എന്നറിയാനുള്ള കഴിവ് അത് അല്ലാഹുവിന് മാത്രമാണ്. ഖുർആൻ കൃത്യമായി വിഷയം നമ്മളെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല, ഇനി നമ്മളൊന്ന് ആലോചിക്കുക, റസൂലുള്ളാഹിക്ക് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭാവി അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ പ്രവാചകന്റെ ജീവിതത്തിൽ വല്ല പ്രയാസം ഉണ്ടാകുമായിരുന്നോ? എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം പീഡനങ്ങൾ റസൂലുള്ളാഹി സഹിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ റസൂലുള്ളാഹിക്ക് മക്കയിൽ നിന്ന് തന്നെ മദീനയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, പല രൂപത്തിലുള്ള ചതികളും മദീനയുടെ മണ്ണിൽ നടന്നല്ലോ, റസൂലുള്ളാഹിക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് റസൂൽ അതിൽ പോയി ചാടുമായിരുന്നോ? ഇസ്ലാമിക ചരിത്രത്തിൽ കണ്ണീരിലാഴ്ത്തുന്ന ഹദീസിന്റെ താളുകളിൽ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. ബീറു മഊന എന്നാണ് അതിന്റെ പേര്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ ചെറുപ്പത്തിലെ ഖാദിമായി പ്രവാചകന്റെ കൂടെ കൂടിയ ചെറുപ്പക്കാരനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ബീറു മഊനയുമായി ബന്ധപ്പെട്ട് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സങ്കടപ്പെട്ട പോലെ ജീവിതത്തിന്റെ മറ്റൊരു സന്ദർഭത്തിലും പ്രവാചകൻ പ്രയാസപ്പെട്ടിട്ടില്ലെന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എന്ന പേരുള്ള രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ശത്രുക്കൾ വേഷം മാറി റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കാൻ ആരുമില്ല, ഖുർആൻ അറിയുന്ന, ദീൻ അറിയുന്ന ആളുകൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ ക്ലാസ് എടുക്കാൻ കുറച്ച് ആളുകളെ വിട്ടുതരണം റസൂലേ. പ്രവാചകൻ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെ അവരുടെ കൂടെ അയച്ചു. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന ആ പ്രശംസ റസൂലുള്ളാഹിക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ ശത്രുക്കൾ അവരുടെ മനസ്സറിയാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയണമായിരുന്നു. വേഷം മാറി വന്നത് ശത്രുക്കളാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയണമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അറിയാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ നിറഞ്ഞ മനസ്സോടുകൂടി 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെ അവരുടെ കൂടെ അയച്ചു. എന്നാൽ യാത്രാമധ്യേ ശത്രുക്കൾ തനി സ്വഭാവം കാണിച്ചു. 70 ഹാഫിളീങ്ങളായ സ്വഹാബിമാരെയും കടുത്തറുത്ത് ദാരുണമായി കൊലപ്പെടുത്തി ഒരൊറ്റ കിണറിലിട്ട് മൂടിക്കളഞ്ഞു. ആ സ്വഹാബത്തിനെ പീഡിപ്പിച്ച് കൊല്ലുന്ന സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ ഈ വാർത്ത അറിഞ്ഞില്ല. റസൂലുള്ളാഹിക്ക് ഭാവി അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ, മറഞ്ഞ വിഷയം അറിയാൻ റസൂലുള്ളാഹിക്ക് കഴിവുണ്ടാകുമായിരുന്നെങ്കിൽ, ആ തന്റെ അനുചരന്മാരെ അറുത്ത് കൊല്ലുന്ന സന്ദർഭത്തിലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഈ വാർത്ത അറിയണമായിരുന്നു. 3 ദിവസത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി വന്നപ്പോഴാണ് റസൂലുള്ളാഹി വിവരം അറിയുന്നത്. ഇത് കേട്ടതോടുകൂടി റസൂലുള്ളാഹിക്ക് മാനസികമായി, ശാരീരികമായി വലിയ പ്രയാസമുണ്ടായി. 5 വക്ത് നേരത്തെ നമസ്കാരത്തിലും റസൂൽ വിങ്ങുന്ന ഹൃദയത്തോടുകൂടി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിലേക്ക് കൈ ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. 3 മാസകാലത്തോളം ആ പ്രാർത്ഥന തുടർന്നു എന്ന് ഹദീസുകളിൽ കാണാം. അവസാനം റസൂലുള്ളാഹി പ്രാർത്ഥന അവസാനിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിൽ ആയത്ത് അവതരിക്കേണ്ടി വന്നു. ലൈസ ലക്കൽ അംർ, പ്രവാചകരെ,
നിങ്ങൾ ഇങ്ങനെ ശക്തമായി അവർക്കെതിരെ പ്രാർത്ഥിക്കേണ്ടതില്ല. അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് പടച്ച റബ്ബാണ്, അല്ലാഹുവാണ്. ആ ഇറങ്ങിയതോട് കൂടിയിട്ടാണ് റസൂലുള്ളാഹി പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. പ്രവാചകനെ മാനസികമായി ശാരീരികമായി വളരെ വലിയ പ്രയാസത്തിലാക്കിയ സംഭവം ബിർ മഊന എന്ന പേരിൽ ചരിത്ര താളുകളിൽ കാണാം. ഈ വിഷയത്തെക്കുറിച്ചാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ പ്രവാചകനെ പ്രയാസപ്പെട്ട സന്ദർഭമെന്ന് രേഖപ്പെടുത്തിയത്. റസൂലുള്ളാഹിക്ക് ഭാവി അറിയുമായിരുന്നെങ്കിൽ, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിൽ, തന്റെ 70ഓളം വരുന്ന പ്രിയപ്പെട്ട അനുചരന്മാരെ റസൂൽ കൊലക്ക് കൊടുക്കുമായിരുന്നോ? നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു വിവാഹ സദസ്സിലേക്ക് കയറി വരാൻ, പെൺകുട്ടികൾ ആവേശത്തോടു കൂടി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോ പെൺകുട്ടികൾ പാട്ടിന്റെ വരികളൊന്ന് മാറ്റി. എന്താണ്, നാളെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ കഴിയുന്ന പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് പ്രവാചകനെ പുകഴ്ത്തിയിട്ടാണ് ആ പെൺകുട്ടികൾ പാട്ടുപാടിയത്. എന്നാൽ റസൂൽ അവിടെ ഇടപെട്ടു. റസൂൽ അതിനെ തിരുത്തി. നിങ്ങൾ ഇങ്ങനെ പാടരുതെന്ന് റസൂൽ പറഞ്ഞു. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗദനെ കുറിച്ച് പറഞ്ഞത് വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദ, നാളെ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള കഴിവ് അത് പടച്ച റബ്ബിനാണ്. ആ റബ്ബിനെ കുറിച്ചുള്ള വിശേഷണമാണ് റസൂലുള്ളാഹിക്ക് പാട്ടിലൂടെ ഈ പെൺകുട്ടികൾ വകവെച്ചു കൊടുത്തത്. റസൂൽ ഇടപെട്ടു, റസൂൽ തിരുത്തിച്ചു. ഏറ്റവും അടിസ്ഥാനപരമായ അല്ലാഹുവിനെ മാത്രം അറിയുന്ന കാര്യങ്ങൾ, റബ്ബിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഇത്തരം വിഷയം സൃഷ്ടികൾക്ക്, അമ്പിയാക്കന്മാർക്ക്, ഔലിയാക്കന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക്, ശുഹദാക്കൾക്ക് നമ്മൾ വകവെച്ചു കൊടുത്താൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം വലിയ പിഴവിലേക്ക് എത്തിപ്പോകുമെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം.